അജ്ഞാത രോഗം ചാലക്കുടി മേഖലയിൽ കറവ പശുക്കൾ വ്യാപകമായി ചത്തൊടുങ്ങുന്നു. 5 മാസത്തിനുള്ളിൽ ചത്തത് 20ഓളം പശുക്കൾ. സ്വകാര്യ വ്യക്തി പാടത്ത് കുളം കുഴിച്ച് മണ്ണും ചളിയും കോരി മാറ്റിയത് മൂലം കിണറുകളിൽ ഉപ്പുവെള്ളം കയറുന്നതായി പരാതി. പുത്തഞ്ചിറ വില്ലമംഗലം പാടശേഖരത്തിന് സമീപത്തെ വീടുകളിലെ കിണറുകളിലാണ് ഉപ്പുവെള്ള ഭീഷണി നേരിടുന്നത്. കൊടകരയിൽ ഹരിതകർമ്മസേനയുടെ മുച്ചക്ര വാഹനം സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചതായി പരാതി. അഴകം പാലസ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഹരിതകർമ്മസേനയുടെ മുച്ചക്ര വാഹനമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തീവെച്ച് നശിപ്പിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അജ്ഞാത രോഗത്തെ തുടർന്ന് ചാലക്കുടി നായരങ്ങാടി ചൗക്ക മേഖലയിൽ കറവ പശുക്കൾ വ്യാപകമായി ചത്തൊടുങ്ങുന്നു. വായ്പയെടുത്തും പലിശക്കെടുത്തും പശുക്കളെ വാങ്ങിയ ക്ഷീര കർഷകർ കടക്കെണിയിലായി. നായരങ്ങാടി ചൗക്ക മേഖലയിൽ കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ 20ഓളം പശുക്കളാണ് ചത്തത്. തൊഴുത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന പശുക്കൾ കുഴഞ്ഞു വീണ് ചാവുകയാണ്. എന്നാൽ ചിലയിടത്ത് പശുവിൻ്റെ വയർ വീർക്കുകയും പിറ്റേന്ന് തൊഴുത്തിൽ ചത്തുകിടക്കുന്ന സ്ഥിതിയുമാണ്. ചൗക്ക സ്വദേശി രാജന്റെ 3 പശുക്കളാണ് കഴിഞ്ഞ മാസം ചത്തത്. നായരങ്ങാടി തണ്ടാപ്പറമ്പിൽ അനിൽദാസ്, മധുരന്ത സമയത്ത് വീട്ടിൽ അഞ്ജന, സുരേഷ് തുടങ്ങിയവരുടെ ഓരോ പശുക്കളും ഈ അടുത്ത ദിവസങ്ങളിൽ ചത്തു. ഒരു നേരം 10 ലിറ്ററിലധികം പാൽ ലഭിക്കുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് വ്യാപകമായി ചാവുന്നത്. 70,000 രൂപയിലധികം വില വരുന്നവയാണ് പശുക്കൾ. ഒരു പശുവിന് 4,000-ത്തിലധികം തുക അടയ്ക്കേണ്ടി വരുന്നതിനാൽ നിർധനരായ ക്ഷീരകർഷകർ ഇൻഷുറൻസ് പരിരക്ഷയും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇവർക്കുണ്ടാകുന്നത്. മൃഗാശുപത്രിയിൽ അറിയിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയാലേ മരണകാരണം വ്യക്തമാകൂ എന്ന വിവരമാണ് ലഭിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തുന്നത് അടക്കമുള്ള എല്ലാ ചിലവുകളും കർഷകർ തന്നെ വഹിക്കണം. ഈ ബാധ്യത കൂടി ഏറ്റെടുക്കാൻ കർഷകർക്കാകുന്നില്ല. മാത്രമല്ല, ചത്ത പശുക്കളെ മറവ് ചെയ്യുന്നതിനും വലിയ ചിലവാണ് വരുന്നത്. JCB ഉപയോഗിച്ച് കുഴിയെടുത്താണ് ഇവയെ മറവ് ചെയ്യുന്നത്. കോടശ്ശേരി പഞ്ചായത്തിലെ മൃഗാശുപത്രി നിലവിൽ ചായ്പൻകുഴിയിലാണുള്ളത്. നായരങ്ങാടിയിൽ നിന്നും ചായ്പൻകുഴിയിലേക്ക് 15ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. മൃഗാശുപത്രിയുടെ ഒരു ഉപകേന്ദ്രം നായരങ്ങാടി മേഖലയിൽ വേണമെന്ന ക്ഷീരകർഷകരുടെ ആവശ്യവും ഇതുവരെ ബന്ധപ്പെട്ടവർ പരിഗണിച്ചിട്ടില്ല. പശുക്കൾ വ്യാപകമായി ചത്തൊടുങ്ങുന്നതോടെ വൻ ബാധ്യത വരുന്ന സാഹചര്യത്തിൽ ഈ മേഖല ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ക്ഷീരകർഷകർ. അത് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് ചായപ്പൻകുഴിയിലാണ് കോടശ്ശേരി പഞ്ചായത്തിലെ മൃഗാശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഉള്ള ഡോക്ടേഴ്സായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയുന്നത് അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. സാധാരണ കർഷകന് ഈ പോസ്റ്റ്മോർട്ടം നടപടി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരുപാട് ചിലവുണ്ട്. ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് മൂലം കർഷകന് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ക്ലെയിമോ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇൻഷുറൻസ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു 60,000 വരുന്ന ബസ്സിന് ഒരു ശരാശരി 4,500-5,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്ര ഭീമമായ തുകയൊന്നും സാധാരണപ്പെട്ട കർഷകർക്ക്, ക്ഷീരകർഷകർക്ക് എടുത്ത് ചെയ്യാനുള്ള കഴിവില്ല. മീഡിയ ടൈം, ചാലക്കുടി. സ്വകാര്യ വ്യക്തി പാടത്ത് കുളം കുഴിച്ച് മണ്ണും ചളിയും കോരി മാറ്റിയതായി പരാതി. ഇതുമൂലം കിണറുകളിൽ ഉപ്പുവെള്ളം കയറുന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് വില്ലമംഗലം പാടശേഖരത്തിന് സമീപത്തെ വീടുകളിലെ കിണറുകളിലാണ് ഉപ്പുവെള്ള ഭീഷണി നേരിടുന്നത്. പാറമേൽ തൃക്കോവിൽ ക്ഷേത്രത്തിന് സമീപം 30 ഏക്കറോളം വരുന്ന വില്ലമംഗലം പാടശേഖരത്തിൽ പെട്ടച്ചെങ്ങമുത പാടത്ത് സ്വകാര്യ വ്യക്തി കുളം കുഴിച്ച് ചെളിയും മണ്ണും മറ്റ് സ്ഥലത്തേക്ക് കയറ്റിപ്പോയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതോടെ കുളത്തിൽ ഉപ്പുവെള്ളത്തിന്റെ അംശം രൂപപ്പെടുകയും തൊട്ടടുത്തുള്ള പറമ്പുകളിലെ കിണറുകളിലും മറ്റും ഉപ്പുവെള്ളം കയറുകയും ഭക്ഷണം പാകം ചെയ്യുന്നതിനോ കൃഷി ആവശ്യത്തിനോ ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. പ്രശ്നത്തിൽ ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് കുളം നികത്തി ഉപ്പുവെള്ള ഭീഷണിക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ചങ്ങമ്മത ഏകദേശം ഒരു 30 ഏക്കറോളം സ്ഥലമുണ്ട്. ഇത് പണ്ട് കാലം തുടങ്ങിയിൽ കൃഷി ചെയ്തിരുന്നു പോന്നിരുന്ന സ്ഥലമാണ്. ഇത് ചെറുവാളൂരിലുള്ളൊരു സാബിറ എന്ന് പറഞ്ഞ വ്യക്തി ഇതിൻ്റെ പൊക്കത്ത് സ്ഥലം വാങ്ങുകയും അവരുടെ കോഴിഷെഡ് തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം ഈ കോഴിഷെഡ് ഈ സാധനങ്ങളൊക്കെ പൊളിഞ്ഞു പോയി. ഉപ്പുവെള്ളത്തിൻ്റെ ഇത് കാരണം പൊളിഞ്ഞു പോയി. അതൊക്കെ അത് വിജയിച്ചില്ല. അതിനുശേഷം ഇപ്പോൾ ഈ ജനുവരി മാസം 21-ാം തീയതി അവർ JCB കൊണ്ടുവന്ന് ഇവിടെ കീറി കുളം പോലെ താഴ്ത്തിട്ട് അതിൻ്റെ ചെളി 2 വശത്തും കോരിയിട്ട്
ഇത് തൊട്ട അയൽവാസികളായ ഇവർ വാർഡ് മെമ്പറോട് വിളിച്ചു പറഞ്ഞ് വാർഡ് മെമ്പർ സ്ഥലത്ത് വന്ന് അവരോട് പറഞ്ഞ് മണ്ണെടുക്കരുത്, ചെളി എടുക്കരുത്, ചെളി കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു തരി ചെളി കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ പറഞ്ഞു പോയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി 11 മണിക്ക് ശേഷം ടോറസിൽ അങ്കമാലി പെരുമ്പാരൂർ ഭാഗത്തേക്ക് 11:30 ശേഷം ഈ സാധനം അടിച്ച് പിറ്റേ ദിവസം റോട്ടിൽ ചെളിയും ഇതൊക്കെ കണ്ടാണ് നാട്ടുകാർ അറിയണത്. അത് കഴിഞ്ഞ് പഞ്ചായത്തിൽ അറിയിച്ച് പഞ്ചായത്ത് പ്രസിഡൻറ്റും വാർഡ് മെമ്പറും വന്ന് അവർക്ക് ഷോക്കേഴ്സ് നോട്ടീസ് കൊടുത്തെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഈ കുത്തിയിട്ടേക്കണ ചെളി രാത്രി ടോറസിലടിച്ച്. ഇതിലിപ്പോൾ ഈ ചെളി കോരി കൊണ്ടുപോയതിന് ശേഷം ഇവിടെ ഉപ്പുവെള്ളം കയറി. ഇപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന ഇവരുടെ കിണറ്റിലൊക്കെ ഇപ്പോൾ ഇന്നലെ തുടങ്ങി വെള്ളം അടിക്കാൻ പറ്റുന്നില്ല. ഉപ്പുജോല കണ്ടതിൻ്റെ പേരിൽ ഇവർ വെള്ളം അടിക്കണില്ല, നനയ്ക്കണില്ല. ജാതി ഇതൊക്കെ വാടിപ്പോൾ ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ ഈ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞ് ഇവിടുന്ന് ഈ കുളം താഴ്ത്തിയ ചെളി മുഴുക്കനും അവരെ കൂടെ കൊണ്ടുവന്ന് ഇത് നികത്തുന്നാണ് പറഞ്ഞത്. പക്ഷേ ചെളി കംപ്ലീറ്റ് കോരി കൊണ്ടുപോയില്ലേ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി എടുക്കാണ്ട് നോക്കണം. അതിനുള്ള ഇത് ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായിട്ട് ചെയ്യണം. അവരുടെ നഷ്ടപരിഹാരം ഈടാക്കണം. വിഷയം മാർച്ച് 14 പുത്തഞ്ചിറ കൃഷിഭവൻ ഉദ്ഘാടനത്തിനെത്തുന്ന കൃഷിവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, മാള. ദേശീയപാത കൊരട്ടിയിൽ മാരുതി കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിച്ചു മറിഞ്ഞു. പിതാവിനും മകൾക്കും ദാരുണാന്ത്യം. അമ്മയ്ക്കും മകനും ഗുരുതര പരിക്ക്. കാറിലുണ്ടായിരുന്ന ഇവരുടെ ബന്ധുവിന്റെ പരിക്ക് ഗുരുതരമല്ല. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. കോതമംഗലം നെല്ലിക്കുഴി ഊന്നുങ്കൽ കൊട്ടാരത്തിൽ ജയ്മോൻ, മകൾ ജോവാന എന്നിവരാണ് മരിച്ചത്. ജയ്മോന്റെ ഭാര്യ 38 വയസ്സുള്ള മഞ്ജു, മകൻ 13 വയസ്സുള്ള ജോയൽ, ബന്ധു 17 വയസ്സുള്ള അലൻ എന്നിവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡരികിൽ നിന്ന് മരത്തിലിടിച്ച് മാരുതി തകർന്ന അവസ്ഥയിലാണ്. ചാലക്കുടി ഫയർഫോഴ്സ് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ചാലക്കുടി ഡിവൈഎസ്പി PK സുമേഷ്, കൊരട്ടി SHO അമൃതരംഗൻ എന്നിവർ സ്ഥലത്തെത്തി. അപകട കാരണം കണ്ടെത്തുവാൻ അന്വേഷണം നടത്തി. കരിസ്മാറ്റിക് ധ്യാനം കൂടാൻ പോവുകയായിരുന്ന കുടുംബമെന്ന് പറയപ്പെടുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ജയ്മോനാണ് കാർ ഓടിച്ചിരുന്നത്. ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മീഡിയ ടൈം, കൊരട്ടി. മാളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. അരുവിക്കര ചെറിയ കോന്നി ദേശത്ത് കട്ടാരക്കുഴി വീട്ടിൽ ആൽബിൻ, പുത്തഞ്ചിറ പിണ്ടാണി പനങ്ങായി വീട്ടിൽ മുഹമ്മദ് സാലിഹ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ 2 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വടമ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രിൻസനും എക്സൈസ് പാർട്ടിയും ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന്റെ ഭാഗമായി ജനുവരി 21 പുത്തഞ്ചിറ കണ്ണിക്കുളങ്ങരയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെ കണ്ണിക്കുളങ്ങരയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇരുചക്രവാഹനത്തിലിരുന്ന 4 യുവാക്കളെ ചോദ്യം ചെയ്യുകയായിരുന്നു. പ്രതികൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കേസിലെ 2 പ്രതികളായ അസിൻ മുഹമ്മദ്, ഷാഫി എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മറ്റു പ്രതികളായ ആൽബിനും മുഹമ്മദ് സാലിഹും തമിഴ്നാട്ടിലെത്തി കോയമ്പത്തൂർ പോലീസ് സബ് ഇൻസ്പെക്ടറെ കത്തികൊണ്ട് കുത്തിയ കേസിൽ അറസ്റ്റിലാവുകയും അവിടുത്തെ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരുമ്പോഴാണ് മാള പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർമാരായ ശ്രീനി KK, CK സുരേഷ്, പോലീസ് ഉദ്യോഗസ്ഥരായ സനീഷ്, ജിജീഷ്, രാഗിൻ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, മാള. കൊടകരയിൽ ഹരിതകർമ്മസേനയുടെ മുച്ചക്രവാഹനം സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചതായി പരാതി. കൊടകര അഴകം പാലസ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കൊടകര പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ മുച്ചക്രവാഹനമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചത്. വണ്ടിയും വണ്ടിയിൽ ചാക്കിൽ സൂക്ഷിച്ചിരുന്ന മാലിന്യങ്ങളും കത്തി നശിച്ചു. തീ കണ്ട് ഓടിയെത്തിയ സമീപവാസികളാണ് തീ അണച്ചത്. വെള്ളിയാഴ്ച രാവിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ വാഹനമെടുക്കാൻ എത്തിയപ്പോഴാണ് തീ പിടിച്ച വിവരം അറിയുന്നത്. ഉടനെ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. കൊടകര പോലീസിൽ പരാതി നൽകി. ഇനി മറ്റു വാർത്തകളിലേക്ക്. ആനപ്പാറ അണ്ണല്ലൂർ നെഹ്റു സ്മാരക LP സ്കൂളിൽ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. അച്ഛനമ്മമാരോടൊപ്പം ഉണ്ടെങ്കിലും കർമ്മം കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്വാധീനിച്ചുകൊണ്ട്
സമൂഹത്തിലേക്ക് നല്ല മാതൃകപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കൊണ്ടുപോകാൻ നീതിയുടെയും നന്മയുടെയും പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നത് നമ്മുടെ അധ്യാപകരാണ്. ഇന്ന് അധ്യാപകരുടെ വഴി താഴെ വെച്ചതിന്റെ ഭവിഷ്യത്തുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിലും സമൂഹ പ്രദേശങ്ങളിലും നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുള്ള പലതും നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കിക്കൊണ്ട് പോരുന്നു. സമൂഹത്തിലേക്ക് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരായി മാറേണ്ടത്. വാർഡ് മെമ്പർ MU ബിനിൽ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ വയലോപ്പള്ളി മുഖ്യാതിഥി ആയിരുന്നു. ചടങ്ങിൽ LSS ജേതാക്കൾക്ക് അനുമോദനം, സമ്മാന വിതരണം എന്നിവ നടന്നു. പ്രധാനാധ്യാപിക KS സുജയ, KV മീനാകുമാരി, മാനേജർ VS രാജേഷ്, KK ചന്ദ്രൻ, KK അജയൻ എന്നിവർ സംസാരിച്ചു. DYFI മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VK മനോജ് രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് അഷ്ടമിച്ചിറയിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം CPIM തിരുവമ്പാടി ഏരിയ കമ്മിറ്റി അംഗം നാസർ കൊളായി ഉദ്ഘാടനം ചെയ്തു. സഖാവിൻ്റെ മരണത്തോടുകൂടി, കൊലപാതകത്തോടുകൂടി ഈ പ്രദേശത്തെ പാർട്ടി അസ്തമിച്ചു പോവുകയല്ല ചെയ്തിട്ടുള്ളത്. പൂർവാധികം ശക്തിയോടെ പാർട്ടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് പിന്നീട് ഈ പ്രദേശത്തുള്ളവർ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള പാർട്ടിയുടെ യുവജന പ്രസ്ഥാനമായ DYFI സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ 3 പ്രധാനപ്പെട്ട മുദ്രാവാക്യം, ഒന്ന് ഇൻകുലാബ് സിന്ദാബാദ്, അടുത്ത മുദ്രാവാക്യം രക്തസാക്ഷികൾ സിന്ദാബാദ്, മൂന്നാമത്തെ മുദ്രാവാക്യം രക്തപതാക സിന്ദാബാദ് എന്നാണ്. ഇൻകുലാബ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ധീരരക്തസാക്ഷികളുടെ ചോര കൊണ്ട് ചുവന്ന ചെമ്പതാക ഈ നാട്ടിൽ എവിടെ ഉയരുമ്പോഴും ആ മുദ്രാവാക്യം വിളിക്കാതെ ചെങ്കൊടി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്ക് കടന്നു പോകാൻ കഴിയില്ല. DYFI മാള ബ്ലോക്ക് പ്രസിഡന്റ് IS അക്ഷയ് അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും സ്പെക്ടാത്രോ സബ് ജൂനിയർ വിഭാഗത്തിൽ ഇന്ത്യൻ ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജീൻ മരിയ ജിജുവിനെ ആദരിക്കലും നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ, DYFI മാള ബ്ലോക്ക് സെക്രട്ടറി C ധനുഷ് കുമാർ, TA രാഹുൽ, MS അക്ഷയ്, VK മനോജിന്റെ പിതാവ് വാക്കേൽ കുമാരൻ, അഷ്ടമിച്ചിറ ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, PV വിനു തുടങ്ങിയവർ സംസാരിച്ചു. അന്നമനട ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവ ആഘോഷത്തിന്റെ ഭാഗമായി 9ാം ദിവസം വർണ്ണവിസ്മയം തീർത്ത് കുടമാറ്റം നടന്നു. തുടർന്ന് ദീപാരാധന, പഞ്ചവാദ്യം എന്നിവയും ഉണ്ടായി. രാവിലെ നടന്ന പഞ്ചാരി മേളത്തിന് പെരുവനം കുട്ടന്മാരാർ നേതൃത്വം നൽകി. തുടർന്ന് ആനയൂട്ട് നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാളെ വൈകിട്ട് ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ട് കഞ്ഞി വിതരണം, പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാകും. മതിലകം കൂളിമുട്ടം ത്രിവേണി ബീച്ചിൽ യുവാവിന്റെ മൃതദേഹം കരയ്ക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെ 8:30യോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. 30 വയസ്സോളം തോന്നിക്കുന്ന യുവാവിൻ്റെതാണ് മൃതദേഹം. അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിലാണ്. മതിലകം പോലീസ്, അഴീക്കോട് കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു.
എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി. 18 വിദ്യാർത്ഥികൾക്കായി 7.74 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ലാപ്ടോപ്പ് വിതരണം നടത്തിയത്. കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ M.S. നിഖിൽ, വാസന്തി തിലകൻ, മെമ്പർമാരായ V.V. ജയൻ, സജീഷ് സത്യൻ, P.A. ഷമീർ, ഷിനി സതീഷ്, ഷൈജ ഷാനവാസ്, K.S. അനിൽകുമാർ, സെക്രട്ടറി K.V. സനീഷ്, മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെ സംഘടിപ്പിക്കുന്ന സീഷോർ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. സംഘാടക സമിതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് V.S. സുനിൽകുമാർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഷൈജിൻ കളത്തിൽ മുഖ്യാതിഥിയായി. V.K. മുജീബ് റഹ്മാൻ, K.Y. അസീസ്, ഹംസ വൈപ്പി പാടത്ത്, E.G. സുരേന്ദ്രൻ, M.A. വിജയൻ, P.H. നിയാസ്, P.H. അമീർ, സാജു ലൂയിസ്, K.K. മുഹമ്മദ് സഗീർ തുടങ്ങിയവർ സംസാരിച്ചു. 100-ൽ പരം ലോഗോയിൽ നിന്ന് ഡൽഹി അംബേദ്കർ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസൈൻ വിദ്യാർത്ഥി മണ്ണാർക്കാട് സ്വദേശി റയീസ് ഇബ്നു അബ്ബാസിന്റെ ലോഗോയാണ് തെരഞ്ഞെടുത്തത്. കൊടുങ്ങല്ലൂർ ലേബർ LP സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ ചടങ്ങ് നടന്നു. വിദ്യാർത്ഥികളുടെ ഗൗണുകൾ അണിഞ്ഞുള്ള ഘോഷയാത്രയോടെ ആരംഭിച്ച ചടങ്ങിൽ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ S. ഷൈജു മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ഗ്രാജുവേഷൻ ക്യാപ്പും സർട്ടിഫിക്കറ്റും നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡെൽസ മരിയ, റിട്ടയർ അധ്യാപിക ഉഷ ഫ്രാൻസിസ്, സ്റ്റേറ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ സിനി ഷൈജു, അധ്യാപകനായ ജോഷിൻ എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, PTA കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. കേരള ആശ ആൻഡ് ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ വനിതാ ദിനാചരണം നടത്തി. KJ ഷീല ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സുജ ആന്റണി അധ്യക്ഷയായി. KA സുരേഷ്, ജോബി മാനുവൽ, CK ഉണ്ണികൃഷ്ണൻ, AV ബെന്നി, ടെസി സുന്ദരൻ, MD സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്പേക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവാഘോഷങ്ങളുടെ ഭാഗമായി 7ാം ദിവസം പള്ളിവേട്ട മഹോത്സവം ആഘോഷിച്ചു. ശീവേലി, പഞ്ചാരിമേളം, ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, പള്ളിവേട്ട എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ഉത്സവം നാളെ ആറാട്ട് സദ്യ, കൊടിക്കൽ പറ എന്നിവയോടെ സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അജ്ഞാത രോഗം ചാലക്കുടി മേഖലയിൽ കറവ പശുക്കൾ വ്യാപകമായി ചത്തൊടുങ്ങുന്നു. 5 മാസത്തിനുള്ളിൽ ചത്തത് 20ഓളം പശുക്കൾ. സ്വകാര്യ വ്യക്തി പാടത്ത് കുളം കുഴിച്ച് മണ്ണും ചളിയും കോരി മാറ്റിയതുമൂലം കിണറുകളിൽ ഉപ്പുവെള്ളം കയറുന്നതായി പരാതി. പുത്തഞ്ചിറ വില്ലമംഗലം പാടശേഖരത്തിന് സമീപത്തെ വീടുകളിലെ കിണറുകളിലാണ് ഉപ്പുവെള്ള ഭീഷണി നേരിടുന്നത്. കൊടകരയിൽ ഹരിതകർമ്മസേനയുടെ മുച്ചക്ര വാഹനം സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചതായി പരാതി. അഴകം പാലസ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഹരിതകർമ്മസേനയുടെ മുച്ചക്ര വാഹനമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തീവെച്ച് നശിപ്പിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.